ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചയൂണിന് സ്വാദിഷ്ടമായ അതേസമയം ഒരുപാട് ഹെൽത്തിയുമായ ഒരു തോരനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ചെറുപയർ, ഒരു കപ്പ് ചെറുപയർ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി നല്ല വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് 2-3 വിസിൽ വരെ വേകുന്നതിനായിട്ട്, നമുക്ക് വിസിൽ വരുന്നത് വരെ വേകുന്നതിനായിട്ട് വെക്കാം. നികക്ക വെള്ളം ഒഴിക്കണം, കുറച്ച് മുമ്പിലായിട്ട് നിൽക്കുന്ന പോലെ വെള്ളം ഒഴിക്കണം. ഇനി കുറച്ച് വെള്ളമെടുത്ത് നമുക്ക് ഈ വാഴച്ചുണ്ട് അതിലേക്കൊന്ന് അരിയണം. നമുക്ക് ആദ്യം ഈ പൂവെല്ലാം ഒന്ന് അടത്തി ഇതിൻ്റെ പൂക്കളെല്ലാം ഇതിലേക്കൊന്ന് അരിഞ്ഞെടുക്കാം. വാഴച്ചുണ്ടിൻ്റെ പൂവും വാഴച്ചുണ്ടും നമുക്ക് അരിഞ്ഞെടുക്കണം. ഇനി ഈ വാഴച്ചുണ്ടൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. ചെറിയ 2 വാഴച്ചുണ്ടാണ്. വാഴക്കുടപ്പെന്നും പല നാടുകളിൽ പല പേരിൽ അറിയുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. വാഴക്കൂമ്പ് അരിഞ്ഞ് വെച്ചതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അല്പസമയം ഒന്ന് വെക്കാം. ഇപ്പം നമ്മുടെ ചെറുപയർ വെന്ത് ഇരിപ്പുണ്ട്. നമുക്ക് ഈ അരിഞ്ഞു വെച്ച വാഴച്ചുണ്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വയ്ക്കണം, വെള്ളമെല്ലാം വലിഞ്ഞു കിട്ടുന്നതിനായിട്ട്. അതുപോലെ കുറച്ച് ചുവന്നുള്ളി പൊടിയായി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കുത്തരി ചേർത്ത് കൊടുക്കണം. കുത്തരി ചേർത്ത് കൊടുക്കുമ്പം അത് നന്നായിട്ട് മുരിഞ്ഞ് പൊട്ടി വരും. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരുവിധം ഒന്ന് വഴന്ന് വരണം. ഇനി നമുക്ക് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർക്കാം. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴിക്കാം. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പം നമ്മുടെ ചോറ്റുപാത്രത്തിലെ സ്ഥിരം ഒരു ഐറ്റമായിരുന്നു ഈ വാഴച്ചുണ്ടും തോരൻ. ചുണ്ടും പയറും, ഇത് വൻപയറിട്ടും ഒക്കെ തോരൻ വെക്കും. ഇനി നമുക്ക് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി പൊടികൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തൊന്ന് ഇളക്കി ഇനി നമ്മൾ 1 കപ്പ് തേങ്ങ ചുരണ്ടിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അരപ്പ് ചതച്ചെടുക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ തയ്യാറാക്കുന്നതാണ് എളുപ്പവും. ഇപ്പം നമ്മുടെ വാഴച്ചുണ്ട് അരിഞ്ഞത് സ്ട്രെയിനറിലൊക്കെ വെള്ളം മാർന്ന് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞെടുത്ത വാഴച്ചുണ്ടതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പുമായിട്ടൊന്ന് യോജിപ്പിക്കാം. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണിത്. പണ്ടൊക്കെ വീട്ടിൽ നമ്മുടെ അമ്മമാരും വല്യമ്മച്ചിമാരും ഒക്കെ ഇഷ്ടത്തോടെ തയ്യാറാക്കിയിരുന്ന ഒരു തോരനാണിത്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കണം. ആറന്മുള വള്ളസദ്യയുടെയൊക്കെ ഒരു പ്രധാന തോരനാണ് ഈ ചുണ്ടും പയറും തോരൻ. അത് വൻപയറിട്ടും പരിപ്പിട്ടും ഒക്കെ ഇത് മിക്സഡ് തോരനായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വെന്ത് വരണം. അപ്പം വാഴക്കൂമ്പ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പം നമ്മുടെ ചെറുപയർ വെന്തിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം.
അല്പം വെള്ളം ഉണ്ടായിരുന്നു, അത് സാരമില്ല, വേകുമ്പോൾ അത് വറ്റി വന്നോളും. ചെറുപയറും കൂടി ചേർത്തൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കണം. ചെറുപയർ വെന്തതാണെങ്കിൽ ഈ ചുണ്ടിൻ്റെ കൂടെ ഇരുന്ന് ഒന്ന് വേകുമ്പോഴാണ് രണ്ടും കൂടി ഒരു മിക്സഡ് രുചിയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ചെറുപയറും ചുണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിലായിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി ഇനി ഇത് വെള്ളം വറ്റി വന്നാൽ മതി. അപ്പോൾ രുചികരമായ തോരൻ റെഡിയായി.